അതെ, ഞാനൊരു മൂവി കാണാനാണ് വന്നത്. എവിടെയാണ് വന്നതെന്ന് അറിയണ്ടേ? പൂവാറുള്ള മൃദംഗ തിയേറ്ററിൽ. ഈ തിയേറ്ററിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതാണ് അപ്പം നമ്മുടെ റിക്ലൈനർ സീറ്റ്. വെറും 380 രൂപയാണ് കേട്ടോ റിക്ലൈനർ സീറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു നാട്ടിലുള്ള മറ്റുള്ള തിയേറ്ററിനെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ റിക്ലൈനർ സീറ്റിൽ 380 രൂപയാണെന്ന് മാത്രമല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇവിടെ മാത്രമാണ് റിക്ലൈനർ സീറ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഉയർത്തി വെച്ച് നമുക്കിങ്ങനെ ചാരി ഇരുന്നല്ല കേട്ടോ, ചാരി കിടന്നുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കാണാനായിട്ട് പറ്റും. വെറും 380 രൂപയാണ്. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് റിക്ലൈനർ സീറ്റ് അവൈലബിൾ ആകുന്നത് നമ്മുടെ സ്വന്തം മൃദംഗ തിയേറ്ററിലാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പണ്ടൊക്കെ സിനിമ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബാൽക്കണിയിൽ ഇരുന്ന് കാണാനാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മൃദംഗ തിയേറ്ററിൻ്റെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റും ഒക്കെ സൂപ്പറാണ്. നമുക്ക് റിക്ലൈനർ സീറ്റിൻ്റെ പോലത്തെ തന്നെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇതും ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് കാലിങ്ങനെ നീട്ടി റിക്ലൈനർ സീറ്റ് പോലെ വെക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചാരി കിടന്നുകൊണ്ട് നമുക്ക് മൂവിയൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സൊക്കെ തന്നെ സെൻട്രലിൽ ഇങ്ങനെ കുറച്ച് സീറ്റ്സ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് സീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൃദംഗ തിയേറ്ററിൽ വന്ന് മൂവി കാണുകയാണെങ്കിൽ നമുക്ക് ബാൽക്കണിയിൽ വന്നിരിക്കാം. ഇപ്പോൾ സാധാരണ കൂടുതലും ഫാമിലീസൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബാൽക്കണി ആയിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും പറ്റും. ഇതിനൊക്കെ ചിലവ് വരുന്നത് വെറും 200 രൂപയാണ് കേട്ടോ. ഇത് നമ്മുടെ എക്സിക്യൂട്ടീവ് സീറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 150 അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടുത്തെ ഒരു ലെഗ് സ്പേസ് ആണ്. സാധാരണ നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ട് സിനിമയ്ക്ക് വരുന്ന സമയത്ത് ഈ കുട്ടികൾ ചില സമയത്ത് എഴുന്നേറ്റ് നിൽക്കാറും ബഹളമൊക്കെ കൂട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിലുള്ളവരിങ്ങനെ ചാരി ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് അവർക്കും ഒരു ബുദ്ധിമുട്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ ലെഗ് സ്പേസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊച്ചു കുട്ടികളെ കൊണ്ട് വരുന്നവർ ഇൻ കേസ് കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നാൽ പോലും ഫ്രണ്ട് ഇരുന്ന് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല. ഇനി നമ്മൾ കാണുമ്പോഴാണെങ്കിലും ഓക്കെ, കുട്ടികൾ ജസ്റ്റ് ഇങ്ങനെ എണീറ്റ് നിന്നാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരുന്ന് കാണാനായിട്ട് പറ്റും. അതും വെറും 150 രൂപയ്ക്ക്. സാധാരണ രീതിയിൽ നമുക്ക് കാല് മടക്കി വെച്ചിട്ടിരുന്നിട്ടാണ് സിനിമ കാണാനായിട്ട് പറ്റുന്നത്. ഇത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ കാലൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ച് നീട്ടി വെച്ച് കാണാനായിട്ട് പറ്റും. ആ ഒരു സ്പേസ് കേട്ടോ, ഒരാൾക്ക് സുഖമായിട്ട് നടന്നു പോകത്തക്ക രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാരിയാൽ തന്നെ കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമുക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മൃദംഗ തിയേറ്ററിനെ പറ്റി എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എന്നാൽ എന്നെക്കാട്ടി കൂടുതൽ അറിയാവുന്ന ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്, മിസ്റ്റർ വിശാഖ്. വിശാഖ് നമ്മുടെ മൃദംഗ തിയേറ്ററിന്റെ മാനേജറാണ്. ഹായ്, എങ്ങനെയുണ്ട്? നമുക്കിപ്പോൾ ഇത് റിന്യൂവേഷൻ ചെയ്തതിന് ശേഷം ഇവിടുത്തെ തിരക്കൊക്കെ കൂടിയിട്ടുണ്ടോ? നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 4K ആക്കിയിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് റിക്ലൈനർ സീറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 27 കൊല്ലം മുമ്പ് ഈ തിയേറ്റർ ഉള്ളതാണ്. ഇപ്പോൾ കാലത്തിനൊത്ത് നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുതുതായിട്ട് നമ്മൾ നല്ല മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ല ആളും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം സിറ്റിയിൽ നിന്ന് ഒത്തിരി വിട്ടുമാറിയാണ് നമ്മുടെ ഈ പൂവാർ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉള്ളത്. അപ്പോൾ ഇവിടെ റിക്ലൈനർ സീറ്റ് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? നമ്മൾ 380 രൂപ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ കൂടി 380 രൂപയുടെ ആ ഒരു സീറ്റിൽ റിക്ലൈനർ സീറ്റിലത്തേക്ക് ആൾക്കാരിങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ട് ഉണ്ടാവോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല, കാരണം വന്നിട്ട് ഇപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വെക്കുകയാണെങ്കിൽ എപ്പോഴും എവിടെയാണെങ്കിലും ആളുണ്ടാവും. അപ്പം അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു നമുക്ക്. അതിനകത്ത് ആളിപ്പോഴും ഉണ്ട്. ഓക്കെ, യൂത്തൊക്കെ വന്ന്, അതായത് യങ്സ്റ്റേഴ്സ് കുട്ടികളൊക്കെ വന്ന് എപ്പോഴും പറയാറുണ്ടോ ഇവിടുത്തെ സിനിമ കണ്ടിട്ട് സൗണ്ട് എഫക്റ്റിനെ പറ്റിയൊക്കെ? തീർച്ചയായും അവർക്ക് നല്ല കംഫർട്ടാണ്. ഇപ്പോൾ ഫാമിലിക്ക് വരാൻ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ക്യാൻറ്റീനൊക്കെ കംഫർട്ടാണ്. നന്നായിട്ട് ഏരിയ ഒക്കെ ഉണ്ട്. ലോബിയൊക്കെ നല്ല ലോബായിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസിന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആൾക്കാരും കൂടുതൽ വരുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഹായ്, തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ. ഇതിന് മുന്നേ വന്നിട്ടുള്ള ആളാണോ? ഇല്ല, ആദ്യമായിട്ടാണ് വരണേ അല്ലേ? ഓക്കെ, ഇപ്പോൾ മാർക്കോ മൂവിയാണ് കണ്ടത്. അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് ഇപ്പം മറ്റുള്ള തിയേറ്റർ
തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൗണ്ട് സിസ്റ്റം ഒക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഇതിന് മുന്നേ ഈ തിയേറ്ററിൽ വന്ന് മൂവി കണ്ടിട്ടുള്ള ആളാണോ? ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം അവരിപ്പോൾ സിനിഫ്ലെക്സ് ആക്കി, അപ്പോൾ അതിന് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഒരു ലുലുവിലൊക്കെ പോയി കാണുന്ന, നമ്മളിപ്പോൾ ഒരു മാളിലൊക്കെ പോയി മൂവി കാണുമല്ലോ, ആ ഒരു ഫീൽ ഉണ്ട്. ഓക്കെ, താങ്ക് യു. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൗണ്ട് സിസ്റ്റം ഒക്കെ ഇവിടുത്തെ കൊള്ളാം, അടിപൊളി തന്നെ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പൂവാറ് ഇതിന് മുന്നേ ഈ തിയേറ്ററിൽ വന്നിട്ടുള്ള ആളാണോ? പൂവാറ് ഇപ്പോൾ ഇത്രയും നല്ലത് ഇപ്പോൾ ഈ സിനിഫ്ലെക്സ് ഒക്കെ ആക്കിയതിന് ശേഷം ആ ഒരു ഡിഫറൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് ആണ്. ഓക്കെ, താങ്ക് യു. ഇതൊക്കെയാണ് പൂവാറുള്ള മൃദംഗ സിനിപ്ലസ് 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിന്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ പീക്കോ സിദ്ധാർത്ഥ് സൈനിങ് ഓഫ് ഫ്രം ഭാരത് വിഷൻ.